Then we are moving to a novel concept of stock exchange market, which is called ETF, Exchange Traded Fund. എന്താണ് കൺസെപ്റ്റ് പറയാം. എന്താണ് ETF? ETF എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബാസ്ക്കറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. ബാസ്ക്കറ്റ് ഓഫ് സെക്യൂരിറ്റീസ്. ഒരു 1 ETF എന്ന് പറയുമ്പോൾ ഇതൊരു ബാസ്ക്കറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ആയിരിക്കും. ബാസ്ക്കറ്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ ഉണ്ടായിരിക്കും. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഷെയറുകൾ കേട്ടോ, അത്രേ ഉദ്ദേശമുള്ളൂ. അല്ലെങ്കിൽ ബോണ്ട്, അതിന് ജനറലി വിളിക്കുന്ന പേരാണ് സെക്യൂരിറ്റി. അപ്പോൾ ഒരു 1 ETF എന്ന് പറയുന്ന ഒരു യൂണിറ്റ് എടുത്ത് അതിൽ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബോണ്ടോ ഷെയറോ ഉണ്ടാവും. വൈ എന്ന് പറയുന്ന ഒരു കമ്പനി, സെഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, എ എന്ന് പറയുന്ന കമ്പനി, ബി എന്ന് പറയുന്ന കമ്പനി, സി എന്ന് പറയുന്ന ഒരു കമ്പനി. പല കമ്പനികളുടെ ഷെയറുകളെ ഒരു യൂണിറ്റ് ആക്കി മാറ്റും. ആ യൂണിറ്റിന് ഒരു പേരിട്ടു ETF. അപ്പൊ ഈ ETF എന്ന് പറയുന്ന യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? വാങ്ങും, വിൽക്കും. അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഒന്നാലോചിച്ച് നോക്കിയേ. ഒരേ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല കമ്പനികളുടെ ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതിന്റെ അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളിപ്പോ എല്ലാവരും ഒരു എഡ്യൂക്കേഷൻ കമ്പനി, ഇപ്പൊ പോസ്റ്റ് കോവിഡ് ആണെങ്കിൽ ബൈജൂസ് ഭയങ്കര പ്രോഫിറ്റിൽ പോകുന്ന ഒരു കമ്പനി ആയിരുന്നു അല്ലെ. ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട് BCCI റിക്കവറി ചോദിച്ചു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിലെ ഒരു കേസിന് വേർഡിക്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ചില അമേരിക്കൻ കമ്പനീസ് അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ബൈജൂസിനെതിരെ ന്യൂസ് ഉണ്ട്. പക്ഷെ ബൈജൂസ് വെരി വെരി ഹൈ ഗ്രോത്ത് ആയിരുന്നു പോസ്റ്റ് കോവിഡ് ടൈമിൽ. ബിക്കോസ് എന്താ? ഓൺലൈൻ എഡ്യൂക്കേഷൻ വാസ് വെരി മച്ച് പ്രിവലന്റ്. ശരിയല്ല? അപ്പൊ നിങ്ങളെല്ലാരും ബൈജൂസിന്റെ ഷെയർ വാങ്ങിന്ന് വിചാരിക്കും. ബൈജൂസ് കാണിച്ച ഉടായ്പ കൊണ്ട് കമ്പനി പൊട്ടി. നിങ്ങളുടെ എല്ലാ പൈസയും ഒരു സിംഗിൾ കമ്പനി അല്ലെങ്കിൽ ഒരു സിംഗിൾ കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വൺസ് ദി കമ്പനി ഇസ് ലോസ്റ്റ് യു വിൽ ലോസ്റ്റ് എവരിത്തിങ്, റൈറ്റ്? മറിച്ച് നോക്കിയേ, XYZ ABC ഒരു 6 കമ്പനികളുണ്ട് എന്റെ ബാസ്ക്കറ്റില്. എക്സ് എഡ്യൂക്കേഷൻ കമ്പനി, വൈ ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട കമ്പനി, ഓക്കെ ആണോ? സെഡ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് കമ്പനി, എ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി. അപ്പൊ പല പല ഡൈവേഴ്സ് പോർട്ട്ഫോളിയോയിലുള്ള ആളുകളിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? റിട്ടേൺ കുറവായിരിക്കും, പക്ഷെ റിസ്ക്കും കുറവായിരിക്കും. എ എന്ന് പറയുന്നത് നഷ്ടത്തിലായിട്ടുണ്ടെങ്കിൽ മേ ബി സിയിൽ എന്തുണ്ടായിരിക്കും? ഗ്രോത്ത് ഉണ്ടായിരിക്കും. വൈ എന്ന് പറയുന്നത് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ബി എന്തായിരിക്കും? ഒരു ലോസ് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഇപ്പൊ സൈമൾട്ടേനിയസ്ലി ഒന്നിലധികം യൂണിറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വെരി ഹൈ റിട്ടേൺ ഒന്നും കിട്ടില്ല. പക്ഷെ എന്തായിരിക്കും? എപ്പോഴും നമുക്ക് ഒരു മോഡറേറ്റ് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹൈ റിട്ടേൺ കിട്ടാൻ എപ്പോഴും എന്തിലേ നടക്കുള്ളൂ? ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങി അവർ ഗ്രോത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹൈ റിട്ടേൺ കിട്ടും. മറിച്ച് അവർ തകർന്നാലോ കംപ്ലീറ്റ് പൈസയും പോകും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് എടുത്ത് ആ യൂണിറ്റിനെ സെല്ല് ചെയ്താലും വാങ്ങിയാലും എന്താ അഡ്വാൻറ്റേജ്? മോഡറേറ്റ് ഇൻകം നമുക്ക് എപ്പോഴും ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കുള്ള എന്ത് റിസ്ക് ഫാക്ടർ മ്യൂച്വലി ക്യാൻസൽ ചെയ്തു. ഒരിക്കലും എല്ലാ സെക്ടറും ഒരുമിച്ച് തകരില്ല. ചിലപ്പോ കോവിഡിന്റെ ടൈമിൽ എന്താ ഉണ്ടായി? അഗ്രികൾച്ചറിന് ഗ്രോത്ത് ഉണ്ടായിരുന്നു, പക്ഷെ മാനുഫാക്ചറിങ് തകർന്നു, സർവീസസ് തകർന്നു. പക്ഷെ ഹെൽത്തിന് ഇംപ്രൂവ്മെന്റ് അല്ലേ ഉണ്ടായിരുന്നേ? വാക്സിൻ ഡെവലപ്മെന്റ് കമ്പനീസ് ഗ്രോത്ത്, ഹോസ്പിറ്റൽ ചെയിൻസ് ഗ്രോത്ത്, മരുന്നിന്റെ ആൾക്കാര് ഫാർമസ്യൂട്ടിക്കൽ പറയണ്ടോ നല്ല ഗ്രോത്ത് അല്ലെ. അപ്പൊ ചില സെക്ടറിന് വളരെ മോശമാണെങ്കിൽ മറ്റു ചില സെക്ടേഴ്സിന് ഹയർ ഗ്രോത്ത്. മറിച്ച് ഈ ഹോട്ടൽ മാനേജ്മെന്റ്, ടൂറിസം എന്തായിരുന്നു? ലോസിലായിരുന്നു അല്ലെ. അപ്പൊ ഡൈവേഴ്സ് പോർട്ട്ഫോളിയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് എന്താ? ഒന്നിലുള്ള റിസ്ക് വേറെ ഒന്നിലെ ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. ഒരു ഇന്നോവേറ്റീവ് ടെക്നിക്കാണ്. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക പ്രൈവറ്റ് കമ്പനി അല്ല. ഡിസ്കഷനിലേക്ക് വരാണ്. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് കമ്പനീസ് അല്ല, ഗവൺമെന്റ് കമ്പനീസ്. എന്തായിരിക്കും കാരണം? ഗവൺമെന്റിന് ഒരുപാട് കമ്പനികൾ ഉണ്ടാവും അല്ലെ. അതിൽ വളരെ ചുരുക്കം കമ്പനികളാണ് എന്തുണ്ടാവുള്ളൂ? ഹൈ പ്രോഫിറ്റില് വർക്ക് ചെയ്യുന്നത് ഉണ്ടാവുള്ളൂ. ഈ ഹൈ പ്രോഫിറ്റ് കമ്പനി എക്സാമ്പിൾ NTPC, ഒന്നും പോട്ടെ SBI, LIC, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കമ്പനികളല്ലേ. ഇവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെരി ഹൈ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഗവൺമെന്റ് കമ്പനിയാണ്. ഇവരുടെ ഷെയർ അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് വാങ്ങും. പക്ഷെ ചില കമ്പനികളുണ്ട്, BSNLന്റെ ഷെയർ മാർക്കറ്റിൽ ഇട്ടാൽ നിങ്ങൾ വാങ്ങുമോ? എന്തായിരിക്കും കാരണം? മേ ബി ഇപ്പൊ നിങ്ങൾ വാങ്ങും,
BSNL ടാറ്റയും കൂടി ചേർന്ന് പുതിയൊരു സിം ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ടാറ്റയുടെയും കൂടി ഒരു എക്സ്പെർട്ടൈസ് വരുമ്പോൾ മേ ബി നമുക്കൊരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാം. കാരണം എന്താ, ജിയോക്കാരും വൊഡാഫോൺ ഐഡിയ എയർടെലൊക്കെ ഹൈ റേറ്റാ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് സിം ക്വാളിറ്റിയിൽ വരാണെങ്കിൽ എന്തിനുള്ള സാധ്യത ഉണ്ട്, നമ്മളെല്ലാവരും എടുക്കും അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യും. കറക്റ്റ് അല്ലേ? മേ ബി നമുക്ക് ഗ്രോത്ത് ആന്റിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ ഒരു വർഷം മുന്നുള്ള സിറ്റുവേഷൻ BSNL ഒരു സ്റ്റോക്ക് ഇറക്കി ആരും വാങ്ങാനുള്ള സാധ്യതയില്ല. ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യണം നോക്കിയേ, ഒരു ETF ഫോം ചെയ്തു. ETF എന്തുണ്ട്, നന്നായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന XYZ കമ്പനികളുണ്ട്. കൂട്ടത്തിൽ കൂടെ നൈസായിട്ട് ചെറിയ ലോസ് ഒക്കെയുള്ള അല്ലെങ്കിൽ അധികം പ്രോഫിറ്റ് ഇല്ലാത്ത 1-2 കമ്പനികളും കൂടി ചേർത്ത് വിടും. അപ്പൊ ഇതിന്റെ ഗവൺമെന്റിന് ഗുണം എന്താ, XYZ ഒറ്റയ്ക്ക് വിറ്റാലും ഷെയർ പോവും അല്ലെ, ABC ഒറ്റയ്ക്ക് വിറ്റ ഷെയർ പോകണമെന്ന് നിർബന്ധം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇവിടെ ABC മാത്രമായിട്ട് വാങ്ങാനും വിൽക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ETF മേടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ട്, X ഉണ്ട്, Y ഉണ്ട്, Z ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. കറക്റ്റ് അല്ലേ? ഗവൺമെന്റിന് അവരുടെ റവന്യൂ സൈഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സിക് PSUs അല്ലെങ്കിൽ അധികം നന്നായിട്ട് പെർഫോം ചെയ്യാത്ത ഗവൺമെന്റ് കമ്പനിയുടെ ഷെയറും സെല് ചെയ്യാൻ വേണ്ടി പറ്റും. ഐഡിയ ഓക്കെ അല്ലേ? ഇത്തരത്തില് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 ETF-കളാണ്. 2 ETF-കൾ ഒന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ CPSE ETF, സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ETF. സെന്റർ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ETF. ഒരു 11:30 ആകുമ്പോൾ ബ്രേക്ക് പോരെ നമുക്ക്? ഓക്കെ. CPSE ETF എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2040. രണ്ടാമത്തെ ആണെങ്കിൽ 2070. ആ ഇയറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും. ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഡെറ്റ് മാർക്കറ്റ് തുടങ്ങിയിട്ട് 10-30 വർഷത്തോളായി. പക്ഷെ ETF എന്ന് പറയുന്നത് എന്താ, വെരി റീസെന്റ് ഫിനോമിനയാണ് കേട്ടോ. വളരെ റീസെന്റ് ആയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആശയം ഉപയോഗിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റോക്സ് ഓഫ് 12 ഗവൺമെന്റ് കമ്പനീസ്. 12 ഗവൺമെന്റ് കമ്പനികളുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ CPSE ETF-ലുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് അല്ല. തേർഡ് പോയിന്റ് ഇമ്പോർട്ടന്റ് അല്ല. ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ എ ബ്രോക്കർ വിച്ച് ഇസ് റിലയൻസ് അസറ്റ് മാനേജിംഗ് കമ്പനി. ഇത് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഈ 2 പോയിന്റ് ഒന്ന് ഓർത്തിരിക്കാം. സെൻട്രൽ പബ്ലിക് സെക്ടർ ETF എന്ന് പറയുമ്പോൾ ഇതിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. 12 ഗവൺമെന്റ് കമ്പനി. ഏതൊക്കെയാ 12 കമ്പനി എന്ന് പോലും നിങ്ങൾ അറിയേണ്ട. നിങ്ങൾ എന്ത് മാത്രം അറിഞ്ഞാൽ മതി. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് CPSE ETF includes the share of 12 government companies and it is introduced in 2014. What is Bharat 22 ETF? 22 ഗവൺമെന്റ് കമ്പനീസ് ഫ്രം 6 സെക്ടേഴ്സ്. സെക്ടർ എന്ന് പറയുമ്പോൾ എന്താ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മാനുഫാക്ചറിങ്, എനർജി, അങ്ങനെ പല പല 6 സെക്ടറിൽ നിന്നുള്ള 22 ഗവൺമെന്റ് കമ്പനീസിന്റെ ഷെയറുകളുള്ള ഒരു യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഭാരത് 22 ETF. ഒരു ഭാരത് 22 ETF-ന്റെ ഒരു യൂണിറ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 22 ഗവൺമെന്റ് കമ്പനികളുടെ ഷെയർ ഉണ്ടാവും. അതിൽ ഓരോ കമ്പനിയുടെയും നിങ്ങൾക്ക് ഇൻഡിവിജ്വലി സെല് ചെയ്യാൻ പറ്റുമോ? മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഭാരത് 22 ETF എന്ന് പറയുന്ന ഒരു യൂണിറ്റിനെ മൊത്തത്തിലാണ് വാങ്ങാനും വിൽക്കാനും പറ്റുള്ളൂ. മേ ബി നിങ്ങൾക്ക് 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 10 യൂണിറ്റ് വാങ്ങാം. അല്ലാതെ ഓരോ 22 കമ്പനിയുടെ യൂണിറ്റ് സെപ്പറേറ്റ് വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല. ക്ലിയർ അല്ലേ? It is introduced in 2017 and it is managed by ICICI Prudential AMC. ഇതിൽ ICICI മാറിയിട്ടാ, പകരം ഇപ്പൊ വേറൊരു AMC ആണ് ഭാരത് 22 ETF ഹോൾഡ് ചെയ്യുന്നത്. ചോദിക്കും. CPSE-യുടെ ETF-ന്റെ ഉള്ളിൽ 12 കമ്പനിയുടെ ഷെയർ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നീ ഒരു CPSE ETF വാങ്ങിക്കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി സബ്സ്ക്രൈബിങ് ദി ഷെയർ ഓഫ് ദാറ്റ് 12 government company. You cannot sell individually share of one government company from that. You can only sell the entire ETF. Okay la? ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് സെല് ചെയ്യാനും വാങ്ങാനും പറ്റില്ല കേട്ടാ. ഇനി എന്താണ് ഭാരത് 22 ETF-നെ കുറിച്ചൊരു ഡീറ്റെയിൽ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ, പുതിയൊരു മ്യൂച്വൽ ഫണ്ടാണ് മാനേജ് ചെയ്യുന്നത് ഭാരത് 22. എഡിൽവീസ് എന്ന് പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഇപ്പൊ മാനേജ് ചെയ്യുന്നത് കേട്ടോ. ICICI പോയി ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇവിടെ ആ റേറ്റിംഗിനെ കുറിച്ചുള്ള കാര്യം വന്നിട്ടുണ്ട് അല്ലെ, AAA റേറ്റിംഗ്. അപ്പൊ ഇത് കാണുമ്പോൾ അത് മനസ്സിലാവാതിരിക്കാനാണ് ഞാൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എടുത്തിട്ടുള്ളത്. AAA റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന, റിലയബിലിറ്റി ഉള്ള, സ്റ്റെബിലിറ്റി ഉള്ള ഗവൺമെന്റ് കമ്പനിയാണ് AAA. നമ്മൾ നേരത്തെ കണ്ട ചാർട്ടിലെ ഏറ്റവും ഹയസ്റ്റ് ആണ് എന്ത്, AAA റേറ്റിംഗ് എന്ന് പറയുന്നത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, ONGC, ഓൾ ഇന്ത്യ നാച്ചുറൽ ഗ്യാസ് ആൻഡ് കമ്പനി എന്ന് പറയുന്നത്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, AAA റേറ്റഡിന് എക്സാമ്പിൾ ആണ്. LIC
ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എപ്പോഴേലും നഷ്ടത്തിലാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇൻഷുറൻസ് കമ്പനികൾ ജനറലി നഷ്ടത്തിൽ വരില്ല കേട്ടോ. ബാങ്ക് ലോണ് പോലെയുള്ള കാര്യമല്ല. അവര് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും, നമ്മൾ നമ്മുടെ പൈസ അങ്ങോട്ട് അടയ്ക്കും. ചെന്ന് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോഴാണ് അവർ 100 ഫോർമാലിറ്റി പറഞ്ഞ് അത് ഒഴിവാക്കാൻ നോക്കുക. ജനറലി ഇൻഷുറൻസ് കമ്പനികൾ അങ്ങനെ നഷ്ടത്തിലാവാറില്ല. മനസ്സിലായോ? മേ ബി അവർ അതിൻ്റെ ഉള്ളിൽ പല ക്ലോസുകൾ പറയും. നിങ്ങൾ ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇൻഷുറൻസ് കിട്ടില്ല എന്നാ പറയുള്ളൂ. അല്ലാതെ നമുക്ക് പോണവർക്കൊക്കെ ഇൻഷുറൻസ് അവർ തരാറൊന്നുമില്ല. ജനറലി നഷ്ടത്തിലാവാറില്ല. ജസ്റ്റ് ഒന്ന് വായിക്കും. ഈ ഭാരത് ബോണ്ട് ETF എന്ന് പറയുന്നത് 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതില് പലതിന്റെയും മെച്യൂരിറ്റിയാണ്. 23 മെച്യൂർഡ് ആവുന്നതുണ്ട്. എന്ന് വെച്ചാൽ 5 വർഷം കഴിഞ്ഞാൽ മെച്യൂർഡ് ആവുന്നതുണ്ട്, 6 വർഷം, 7 വർഷം, 8 വർഷം, അങ്ങനെ പല ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈം പീരീഡിലേക്കുള്ള ETF-കളാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ മെക്കാനിക്സ് ഒരു ഡയഗ്രാം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് അതിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. ജസ്റ്റ് ആ മെക്കാനിസം മൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളൂ കേട്ടോ. ലെറ്റ്സ് മൂവ് ടു ഫർദർ സെഷൻ. 81 ബോണ്ടിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ. നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. 81 ബോണ്ട് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കുകളാണ്. ഇൻ ജനറൽ സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് 81 ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. 81 ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ടു മീറ്റ് ദി ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ബേസൽ 3 നോംസ്. ബേസൽ 3 അല്ലെങ്കിൽ ബേസൽ നോം എന്ന് വെച്ച ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ബാങ്കിങ് സെക്ടറിന്റെ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബാങ്കിന്റെ ട്രസ്റ്റ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ചില റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയാം? ബേസൽ നോംസ്. ഇപ്പൊ ബേസൽ 3 നോംസിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ക്യാപിറ്റൽ ആഡ്വക്കസി റേഷ്യോ, അല്ലെ? ക്യാപിറ്റൽ ആഡ്വക്കസി റേഷ്യോ എന്തായിരുന്നു ഫോർമുല? ഒന്ന് ആലോചിച്ചെടുത്ത്. ക്യാപിറ്റൽ ആഡ്വക്കസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഓഫ് ദി ബാങ്ക് ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്ഡ് അസറ്റ്. എന്ത് റിസ്ക് വെയ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ അസറ്റ് എന്ന് പറയുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ലോൺസ്. ആ ലോൺസിൽ എത്രത്തോളം ലോൺസ് ആണ് NPA ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വി ആർ എക്സ്പെക്ടിങ് NPA, വിച്ച് ഈസ് കോൾഡ് റിസ്ക് വെയ്ഡ് അസറ്റ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു പോയിന്റ് ആണ്, ഒരു ബാങ്കിന്റെ CAR കൂടിക്കഴിഞ്ഞാൽ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? CAR കൂടിക്കഴിഞ്ഞാൽ അത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെന്റ് ദി സ്റ്റെബിലിറ്റി ഓഫ് ദി ബാങ്ക് ഓർ ഡീസ്റ്റെബിലിറ്റി ഓഫ് ദി ബാങ്ക്. സ്റ്റെബിലിറ്റി ആണോ ഡീസ്റ്റെബിലിറ്റി ആണോ? ജസ്റ്റ് ഇക്വേഷൻ ഇന്റർപ്രറ്റ് ചെയ്യും, വേറെ ഒന്നും ചെയ്യണ്ട. ക്യാപിറ്റലും റിസ്ക് വെയ്ഡ് അസറ്റും ഇതും തമ്മിലുള്ള റിലേഷൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റിസ്ക് വെയ്ഡ് അസറ്റിനെ കവർ ചെയ്യുന്ന ക്യാപിറ്റൽ ബാങ്കിന്റെ കയ്യിൽ ഉണ്ടോ, അതാണ് CAR. CAR കൂടാന്ന് പറഞ്ഞാൽ എന്താ? ഒന്നല്ലെങ്കിൽ ബാങ്കിന്റെ ക്യാപിറ്റൽ ഹൈ ആയിരിക്കണം, അല്ലെങ്കിൽ റിസ്ക് വെയ്ഡ് അസറ്റ് ലോ ആയിരിക്കണം. ഈ രണ്ട് സിറ്റുവേഷൻ എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി ഓഫ് ദി ബാങ്ക്. നമ്മളത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ CAR ഹൈ എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദി ബാങ്ക് ഹാവിംഗ് സഫിഷ്യന്റ് ക്യാപിറ്റൽ ടു അഡ്രസ് ദയർ റിസ്ക് വെയ്ഡ് അസറ്റ്. ബാങ്കിന്റെ ചില ലോൺസ് NPA ആയാലും നിങ്ങൾ ഓരോരുത്തർക്കും ഡെപ്പോസിറ്റ് തിരിച്ചു തരാനുള്ള കപ്പാസിറ്റി ബാങ്കിനുണ്ട്, അല്ലെ? ഇപ്പൊ CAR കൂട്ടാനുള്ള ഒരു ഏറ്റവും നല്ല ടെക്നിക്ക് RW അങ്ങനെ കാര്യമായിട്ട് തൊടാനൊന്നും പറ്റില്ല. എന്താ? എന്തൊക്കെ NPA ആവുന്ന ബാങ്കിനെ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഇപ്പൊ ജനറലി CAR കൂട്ടാനുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് എന്ത് കൂട്ടുന്നതാണ്? ബാങ്കിന്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക. ഇപ്പൊ ബാങ്കിന്റെ ക്യാപിറ്റലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. ക്യാപിറ്റൽ ഓഫ് ബാങ്ക് ഇസ് ഡിവൈഡഡ് ഇൻടു 2. ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് ഉണ്ടെങ്കിൽ അതിനൊരു പ്രൊമോട്ടർ ഉണ്ടാവും. പ്രൊമോട്ടർ അല്ലെങ്കിൽ നമ്മൾ അവരെ ഇനീഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. അവര് കൊണ്ടുവരുന്ന ചില ക്യാപിറ്റൽ ഉണ്ട്. ദാറ്റ് ഈസ് ഓൺ ക്യാപിറ്റൽ. സെക്കൻഡ് ക്യാപിറ്റൽ ഈസ് ക്യാപിറ്റൽ റിയലൈസ്ഡ് ത്രൂ 81 ബോണ്ട്. 81 ബോണ്ടിലൂടെ അവർ അക്വയർ ചെയ്യുന്ന ക്യാപിറ്റൽ. ഈ 81 ബോണ്ടിലൂടെ അക്വയർ ചെയ്യുന്ന ക്യാപിറ്റലിന് ചില പ്രത്യേകതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എന്താണ്? 81 ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അൺസെക്യൂർഡ് ബോണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം കേട്ട പരിചയത്തിന്റെ പുറത്ത് അൺസെക്യൂർഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മീനിങ് അറിയാം. എപ്പോഴാണ് ഒരു ബോണ്ട് അൺസെക്യൂർഡ് ആവുക? വെനെവർ ഇറ്റ് ലാക്സ് കൊളാറ്ററൽ, അല്ലെ? കൊളാറ്ററൽ ഇല്ലാത്ത ബോണ്ടിനെയാണ് എന്തെന്ന് പേര് പറയുക? 81 ബോണ്ട് എന്ന് പറയാം. ഇപ്പൊ കൊളാറ്ററൽ ഇല്ലാതെ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കൈൻഡ് ഓഫ് ബോണ്ടാണ് 81 ബോണ്ട്. റിസ്ക് കൂടുതലാണെങ്കിൽ ഒബ്വിയസ്ലി ബാങ്ക് അത് ഇഷ്യൂ ചെയ്യുന്നത് ഹയർ ഇൻട്രസ്റ്റിലായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഒരു ബാങ്ക് ഫെയിലിയറിലേക്ക് വരാന്ന് വിചാരിക്കും.
ഫെയിലിയറിലേക്ക് വരാന്ന് പറഞ്ഞാൽ അതിന്റെ NPA കൂടി കസ്റ്റമേഴ്സിന് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കും. അപ്പൊ RBI ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത് യു ക്യാൻ ക്യാൻസൽ യുവർ 81 ബോണ്ട്. 81 ബോണ്ടിന്റെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ നിങ്ങൾ തൽക്കാലം അടയ്ക്കേണ്ടെന്ന് പറയും. അടയ്ക്കേണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ബാങ്കിന്റെ എന്ത് പറഞ്ഞു? ബാങ്കിന്റെ ലയബിലിറ്റി പറഞ്ഞു. കറക്റ്റ് അല്ലേ? ബാങ്കിന് കുറച്ചും കൂടി ബെറ്റർ ഫംഗ്ഷനിലേക്ക് വരാൻ പറ്റും. അടുത്തത് ഒബ്വിയസ്ലി പറയും NPAയിൽ നിന്ന് എന്തെങ്കിലും അസറ്റുകൾ റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി പറയും. എപ്പോഴും ദ റിസ്ക് ഫാക്ടർ ഈസ് വെരി മച്ച് ഹയർ, സോ ഇറ്റ് വിൽ ഓഫർ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. ക്ലിയർ അല്ലേ? ഇനി ഒന്ന് വായിച്ചു നോക്ക്. 81 ബോണ്ട് വളരെ എളുപ്പമുള്ള കൺസെപ്റ്റുകളാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്ക്. അഡീഷണൽ ടയർ 1 ബോണ്ട്. ഇതൊക്കെ വളരെ റയർ ആയിട്ടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കുള്ളൂ കേട്ടോ. നമ്മൾ പക്ഷെ കോംപ്രിഹെൻസീവ്ലി കവർ ചെയ്യുന്നു എന്ന് മാത്രമല്ല ഭാഗങ്ങളും അറ്റ്ലീസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതിന്. ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ ഈ പേര് വന്നതിനാ നിങ്ങൾ ഒരിക്കലും കേട്ടില്ലെങ്കിൽ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഈ അഡീഷണൽ ടയർ 1 അല്ലെങ്കിൽ ടയർ 1 എന്ന വാക്കുകൾ നിങ്ങൾ വേറെ പല സ്ഥലങ്ങളിലും കാണും. സിറ്റികളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ടയർ 1 സിറ്റി, ടയർ 2 സിറ്റീസ് എന്നൊക്കെ കാണാം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസസ് കൂടുതലാണ്. സിറ്റീസിന് അതിന്റെ പോപ്പുലേഷൻ ഗ്രോത്തിനനുസരിച്ച് ടയർ 1 സിറ്റി എന്ന് വെച്ചാൽ മെഗാ സിറ്റീസ്, സബർബൻ സിറ്റി, ടയർ 2 സിറ്റി, ടയർ 3 സിറ്റി. ഇപ്പൊ ഈ ട്രിവാൻഡ്രൊക്കെ മോസ്റ്റ്ലി ടയർ 2 ഒക്കെ ആയിരിക്കും. കുറച്ചും കൂടി ബാക്ക്വേർഡ് ആണെങ്കിൽ ടയർ 3 സിറ്റീസ് ആയിരിക്കും. അതായിട്ട് ഇത് തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ആ ചാൻസസ് ഹൈ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അല്ലാതെ മാക്സിമം ക്വസ്റ്റ്യൻ CA 6 വരെ ഉണ്ടാവാറുള്ളൂ. അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് വരാൻ സാധ്യതയില്ല. തെറ്റാൻ സാധ്യതയുള്ളത് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നു. അല്ലെങ്കിൽ PYQല് നിങ്ങളെ കൺഫ്യൂസ് ചെയ്ത ചില ചോദ്യങ്ങൾ എക്സ്ട്രാ ടോപ്പിക് ആയിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ?